ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എവിടെ പുതിയൊരു സ്ഥലത്ത് ചെന്നാലും അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നാലും നമ്മൾ പുതിയ ഫുഡ് കഴിച്ചാലും അങ്ങനെ ഏതൊരു കാര്യത്തിനായാലും നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ടായിരിക്കും ചില ഫോട്ടോസൊക്കെ ഒരു 3D എഫക്റ്റിലുള്ള ഫോട്ടോസൊക്കെ ചില ആളുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. സോ അതിനെക്കുറിച്ചാണ് എന്ന് പറയാൻ പോകുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, പക്ഷെ ആ ഒരു ഫോട്ടോ പോർട്രേറ്റ് മോഡിൽ എടുത്തൊരു ഫോട്ടോ ആയിരിക്കണം. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഫോട്ടോ ആണ് നമുക്ക് ഇത്തരത്തിൽ ഒരു 3D എഫക്റ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നത്. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഒരു ഇമേജ് ആണ് ഇത്. ഈ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ബ്ലറായി കിടക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലവർ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഇമേജ് ആണ്. അതായത് പോർട്രേറ്റ് മോഡിൽ എടുത്ത ഒരു ഫോട്ടോ ആണത്. സോ ഇത്തരത്തിലുള്ള ഫോട്ടോസ് ആണ് നമ്മൾ ഇങ്ങനെ ഒരു 3D എഫക്റ്റ് കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫോട്ടോ ആ ഒരു 3D എഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊരു വെബ്സൈറ്റിന്റെ ആവശ്യമുണ്ട്. അതായത് ആ വെബ്സൈറ്റിന്റെ ലിങ്ക് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ എങ്ങനെയാണ് ആ ഒരു 3D എഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളത് നോക്കാം. വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. OmniWord എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും 3D ഫോട്ടോ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ്. അത് നോക്കിക്കഴിഞ്ഞാൽ അപ്ലോഡ് ആൻ ഇമേജ് എന്ന് കാണാം, ഫേസ്ബുക്ക് പോസ്റ്റ് എന്നും അതുപോലെ ബാനർ ആഡ്സ് എന്നും. നമുക്കിവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ബ്രൗസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ഇമേജ്, ആ ഒരു ഫ്ലവറിന്റെ ഇമേജ് എടുക്കാം. ഡൺ ക്ലിക്ക് ചെയ്താൽ മതി. സോ അത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ്. ചിലപ്പം ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു പോർട്രേറ്റ് മോഡിലുള്ളതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലോഡ് ഡെപ്ത് മാപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. നോ ഡെപ്ത് ഡാറ്റ ഫൗണ്ട് എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിന് തൊട്ട് താഴെയുള്ള ഈ ഒരു പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ബ്രൗസിന് തൊട്ട് താഴെയുള്ള പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്, കുറച്ച് സെക്കൻഡ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമുക്ക് ആ ഒരു 3D എഫക്റ്റിലുള്ളത് കാണാൻ സാധിക്കും. സോ നമുക്ക് ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 3D എഫക്റ്റ്, ആ ഒരു ഫ്ലവറിൻ്റെ ചുറ്റുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ ഒരു 3D എഫക്റ്റിൽ നമുക്ക് ഈ ഒരു ഇമേജ് കാണാൻ സാധിക്കും, ഈ ഒരു ഫ്ലവർ. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യണം. അതാണ് അടുത്തത് ചെയ്യേണ്ടത്. നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്യണം. അപ്പോൾ തൊട്ട് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് 3D ഫോട്ടോ അസറ്റ്സ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. സോ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു ഇമേജ് സിപ്പ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ആയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യണം. അതിന് നമുക്ക് ആ ഒരു ഫയൽ മാനേജറിലായിരിക്കും ആ ഒരു ഇമേജ് ഉണ്ടാവുക. സോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിപ്പ് ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഇമേജ് 4.zip എന്ന് കാണാം. ഈ ഒരു ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, അൺസിപ്പ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. സോ അത് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 2 ഇമേജിലായിട്ടാണ് അത് വരിക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആ ഒരു ഡെപ്ത് ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫോട്ടോൻ്റെ ആ ഒരു റിയൽ പിക്കാണുള്ളത്. ഇനി ഇത് എങ്ങനെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫേസ്ബുക്ക് ആപ്പ് ഉപയോഗിച്ച് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ബ്രൗസർ വഴി നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടി വരും. അത് ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് കാണാൻ സാധിക്കും. ഇനി മുകളിൽ 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ചെയ്തു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ m.facebook എന്നാണ് കാണുക. അതായത് മൊബൈലിൽ ആ ഒരു വ്യൂവിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് നമ്മൾ മാറ്റണം. അതായത് www.facebook എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈറ്റാണ് വേണ്ടത്. ഇനി ഇത് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ഫോട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും.
അതെടുത്ത് നിങ്ങൾക്ക് ആ ഒരു 2 ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു 2 ഇമേജ് ഉണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇനി ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. സോ അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3D ഫോട്ടോ ആക്കി മാറ്റുകയാണ്. അതിൻ്റെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് വരും. ഇനി ഇത് പോസ്റ്റ് ചെയ്യാം. താഴെ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് അവിടെ പോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്ലോഡ് ചെയ്യാണ് ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മുടെ ഫേസ്ബുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇനി നമുക്ക് നമ്മൾ ആ ഒരു ഇമേജ് ഫേസ്ബുക്ക് ആപ്പിൽ നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ആ ഒരു പ്രൊഫൈൽ, നമ്മുടെ അക്കൗണ്ട് നമ്മൾ ഫേസ്ബുക്ക് ആപ്പ് വഴി ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്ത ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിരിക്കും. കാണുമ്പോൾ ആ ഒരു 3D എഫക്റ്റിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു 3D എഫക്റ്റിൽ ആ ഒരു ഫ്ലവർ കാണും. സോ നിങ്ങളുടെ ഇമേജും ഇതുപോലെ തന്നെ നല്ല രസത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ പോർട്രേറ്റ് മോഡിലെടുത്ത ഫോട്ടോസ് നിങ്ങൾക്ക് നല്ല രസത്തിൽ ഇങ്ങനെ ചെയ്യാം. സോ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത്. കാര്യം നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു വരും ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം അധികം ആളുകൾക്കൊന്നും അറിയാത്ത ഒരു കാര്യമാണ് ഇന്നിവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.